പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര അല്ലെങ്കിൽ ചെന്താമരാക്ഷൻ കോടതി മുറിയിൽ ഇന്നലെ നടത്തിയ വാഗ്വാദം അല്ലെങ്കിൽ കോടതി മുറിയിൽ ഇന്നലെ സെഷൻസ് ജഡ്ജി ചോദിച്ചപ്പോൾ നടത്തിയ വാചാൽ പ്രസംഗം ആകെ ആരെയും ഞെട്ടിക്കുന്നതാണ്. അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അയാൾ തന്നെ വിളിച്ച് പറയുന്നതാണ്. ഞാൻ ഗാന്ധിജിയല്ല, ഇങ്ങോട്ട് വന്നാൽ ആരെയും വിട്ടുകൊടുക്കില്ല. നിങ്ങൾക്കൊന്നും ഇത്തരം അനുഭവങ്ങളില്ലല്ലോ. ഇങ്ങനെ അനുഭവമുണ്ടായി, തനിക്ക് പ്രതികൂലമായ അനുഭവം ഉണ്ടായപ്പോഴാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് ചെന്താമര കോടതി മുറിയിൽ വിളിച്ച് പറഞ്ഞത്. നമുക്കറിയാം, ചെന്താമരയുടെ കേസ് മലയാളികൾക്ക് കാണാപ്പാടമാണ്. കാണാപ്പാടം എന്ന് പറഞ്ഞാൽ തനി കാണാപ്പാടം. കാരണം എന്താണ്? അയാളുടെ ഭാര്യയും കുട്ടിയും ഉപേക്ഷിച്ചു പോകുന്നു. അയാൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലെ ട്രക്ക് ഡ്രൈവറായിരുന്നു. അയാളുടെ കുടുംബം ഇങ്ങനെ കലുഷിതമായി. അതിന് കാരണക്കാരിയായത് അയൽക്കാരിയായ സജിത എന്ന യുവതിയാണ് എന്ന തെറ്റിദ്ധാരണയിൽ സജിതയെ അവരുടെ വീട്ടിൽ കടന്നു കയറി കൊലപ്പെടുത്തിയതാണ് ചെന്താമര ചെയ്ത ആദ്യത്തെ ക്രൂരമായ കുറ്റകൃത്യം. ആ കൊലക്കേസിൽ ഇയാൾക്ക് കോടതി ജാമ്യം കൊടുത്തപ്പോഴാണ് അവിടെ വന്ന് താമസിക്കുകയും അത് ഈ സജിതയുടെ വീടിന് ഓപ്പോസിറ്റ് തന്നെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വന്ന് താമസിക്കുകയും ഈ സജിതയുടെ ഭർത്താവിനെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും കൊലപ്പെടുത്തുന്നത്. ഇരട്ട കൊലപാതകം. ഒരു കൊലപാതകത്തിൽ ജയിലിൽ കഴിയുമ്പോൾ ജാമ്യത്തിലിറങ്ങി മറ്റ് 2 കൊലപാതകങ്ങൾ കൂടി ചെയ്തിരിക്കുന്നു. ചെന്താമരയെ കോടതി ആദ്യത്തെ കൊലക്കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. അതുപോലെ തന്നെ 3.5 ലക്ഷത്തോളം രൂപ പിഴയും ശിക്ഷിച്ചിരുന്നു. ഇനി അതേ കോടതിയിൽ അതേ സെഷൻസ് ജഡ്ജി തന്നെയാണ് ഈ ഇരട്ട കൊലക്കേസും പരിഗണിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കോടതി അസന്നിഗ്ധമായി കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോഴാണ് നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നുകൊള്ളൂ, ഇങ്ങോട്ട് വന്നാൽ ആരെയും വിട്ടുകൊടുക്കില്ല, ഞാൻ ഗാന്ധിജി ഒന്നുമല്ല എന്ന് ചെന്താമര വിളിച്ചു പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് കേരളം നടുക്കത്തോടെ കാണേണ്ട കേൾക്കേണ്ട ഒരു വാർത്ത തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരുമായി ഇക്കാര്യം പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു പ്രതി കോടതിയിൽ വിളിച്ചു പറയുമ്പോൾ അതിൽ ആ ഇരകളാക്കപ്പെട്ടവരുടെ മക്കൾ, ആ 2 പെൺകുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ ജീവനോടെ അല്ലെങ്കിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുമോ എന്ന കാര്യം ഒന്ന് പരിഗണിച്ചു നോക്കുക. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇയാളുടെ മനസ്സിനകത്ത് ആഴത്തിൽ ഉള്ള ചിന്താഗതിയാണ് സജിതയാണ് തങ്ങളുടെ കുടുംബം തകർത്തത്. സജിതയുടെ കുടുംബവും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ഇയാൾ അഡമൻ്റായിട്ട് തീരുമാനമെടുത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. ശിക്ഷാവിധി എന്തുമാകട്ടെ, ഒരു പക്ഷേയെങ്കിൽ വധശിക്ഷ തന്നെ ലഭിച്ചേക്കാമെന്ന പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ ഒരു പക്ഷേയെങ്കിൽ നമുക്ക് നടപ്പിലായേക്കാം. കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിച്ചേക്കാം, അല്ലെങ്കിൽ വീണ്ടും ഒരു ഇരട്ട ജീവപര്യന്തമോ അങ്ങനെയൊക്കെ വിധിച്ചേക്കാം. കോടതി വിധി എന്തും ആയിക്കൊള്ളട്ടെ. ഞാൻ പറയുന്നത് ഈ പ്രതിയുടെ മാനസികാവസ്ഥ, മാനസിക വ്യാപാരം, ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കോടതി മുറിയെ പോലും മാനിക്കാതെ, കോടതി മുറിയിലാണ് താൻ നിൽക്കുന്നതെന്ന് പോലും ഉള്ള ഗൗരവ ബുദ്ധിയില്ലാതെ ഇയാൾ ഇങ്ങനെ വിളിച്ചു പറയണമെങ്കിൽ ഇയാൾ എന്തുമാത്രം ക്രൂരനായിരിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ തമാശയായിട്ടൊക്കെ സിനിമയിൽ കേൾക്കാറില്ലേ, ചാൾസ് ശോഭരാജിൽ പോലും ഈ ധൈര്യം കണ്ടിട്ടില്ല എന്ന്. അതുപോലെ ആ ശോഭാരാജിനേക്കാളും അതിഭീകരനായ കൊടും ക്രിമിനലാണ് ചെന്താമര എന്ന ചെന്താമരാക്ഷൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ വിധി പറയുമ്പോൾ അത് ചെന്താമരയുടെ ഈ ക്രിമിനൽ ബുദ്ധിക്ക് കൂടി കിട്ടുന്ന ശിക്ഷയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.